അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചില്ലി ചിക്കനാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 500 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ്. അതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്, 1 മുട്ട, 1 ടീസ്പൂൺ വിനെഗർ. ഇത്രയും ചേർത്ത് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ ഇതൊന്ന് മിക്സാക്കിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച്, 2 ടേബിൾ സ്പൂൺ മൈദ. ഇത് രണ്ടാമതേ ചേർക്കാവുള്ളൂ. ആദ്യമേ തന്നെ മുട്ടയുടെ കൂടെ ഇത് ചേർക്കരുത്. അന്നേരം ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടിങ് കിട്ടത്തില്ല. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു ചീനച്ചട്ടിയിൽ സൺഫ്ലവർ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓരോ പീസും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കരുത്, ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കണം. ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഓരോന്നോരോന്ന് കുത്തിയിട്ട് കൊടുക്കണം. അതിന് ഓരോ പീസ് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഇളക്കരുത്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ചിക്കന് നല്ലൊരു കോട്ടിങ് ഒന്ന് സെറ്റായതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുകയോ ചെയ്യാവുള്ളൂ. ഒരു സ്ക്യൂർ വെച്ച് ഇളക്കി കൊടുക്കാം. ഇതൊരു ഗോൾഡ് ബ്രൗൺ നിറമാകുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കണം. ചിക്കൻ നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ആക്കിയെടുക്കാൻ. അതിനുശേഷം ഒരു പാൻ വെച്ച് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ഓയിൽ എല്ലാ ഭാഗത്തേക്കും പാനിൻ്റെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം, 1 ഒനിയൻ ഇതളാക്കി അരിഞ്ഞത് അത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി കൂടെ 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് ഒരു 4 എണ്ണം കട്ട് ചെയ്തത് ചേർത്ത് ഇതൊരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് സ്പ്രിംഗ് ഒനിയൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, 1 ടീസ്പൂൺ വിനെഗർ, 2 ടീസ്പൂൺ സോയ സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 കപ്പ് വെള്ളം. ഇത്രയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കട്ടയില്ലാതെ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇത് നല്ല ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ലോ ആക്കി കൊടുക്കണം. കോൺഫ്ലവർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇതങ്ങ് ഗ്രേവി അങ്ങ് വലിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കണം. ഗ്രേവി ഒന്ന് തിക്കായി വരുമ്പോൾ ഇത് സ്റ്റൗവിൽ നിന്നും വാങ്ങിയെടുക്കണം. ഇതിലേക്ക് വെളുത്ത എള്ള് ചേർക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് കിട്ടും. അങ്ങനെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.